അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ
നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോൻപ് പകുതി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ പീഡാനുഭവ കാലങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കുകയാണ്, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും. നമ്മളെ ഒത്തിരി കഥാപാത്രങ്ങളെ ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട് പീഡാനുഭവകാലത്തിൽ. അതിൽ എൻ്റെ ശ്രദ്ധയെ വല്ലാതെ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരാളാണ് ക്ലോഡിയ. ക്ലോഡിയ ആരാണ്? പിലാത്തോസ്, ഗവർണർ പിലാത്തോസിൻ്റെ വൈഫാണ്. കർത്താവിനെ യഹൂദന്മാർ പിടിച്ച രാത്രിയിൽ ക്ലോഡിയയ്ക്ക് ഒരു ദർശനം ഉണ്ടാകും. കർത്താവിനെ വിസ്തരിക്കുന്നതിൻ്റെ സമയത്ത് ക്ലോഡിയ ആ ദർശനത്തെ സംശയിക്കാതെ ആ സ്വപ്നത്തിൽ ദൈവപദ്ധതി വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് റഷ് ചെയ്ത് വന്ന് പീലാത്തോസിനോട് പറയും, അത് നീതിമാനായ മനുഷ്യനാണ്, ആ നീതിമാനായ മനുഷ്യൻ്റെ മേൽ കൈവെക്കരുത്, എനിക്ക് അദ്ദേഹം മൂലം സ്വപ്നത്തിലേറെ ക്ലേശമുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അത് ഒന്ന്, ഇന്ന് ആൾക്കാരെ തള്ളിക്കളയണമല്ല. അതെനിക്ക് തോന്നിയായിരിക്കും. ഇന്നും ദൈവം മനുഷ്യനോട് സ്വപ്നത്തിലൂടെയും ദർശനങ്ങളിലൂടെയും ഇൻസിഡൻസിലൂടെയും ഇത് മാത്രം കമ്മ്യൂണിക്കേഷനാണ് വരണത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ഒന്നോ രണ്ടോ തള്ളിയാൽ പിന്നെ ആ വ്യക്തിയോട് ദൈവം കമ്മ്യൂണിക്കേഷനിലൂടെ സംസാരിക്കത്തില്ല. കാര്യം കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കണമെങ്കിൽ ഒരു വിശ്വാസ നിലവാരം ഉണ്ടാകണം. നിലവാരം മാത്രമല്ല, ഒരു ദൈവസ്നേഹ നിലവാരം ഉണ്ടാകണം. അതായത് ആദ്യകാലം, ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, എനിക്ക് 2ാം ക്ലാസ്സിൽ വെച്ച് ഭയങ്കര പനി വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്താണ് പനി കൂട്ടിയത്. രാവിലെയൊക്കെ എനിക്ക് നല്ല പനി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അപ്പനോട് പറയാം, എന്തുണ്ടായാലും ഞാൻ അപ്പനോട് പറയും, അപ്പം പാടില്ല ചെന്ന് പറയും. അപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അന്നൊക്കെ ആശുപത്രിയൊന്നുമില്ല. പിന്നെ ആശുപത്രി പോകണമെങ്കിൽ ഒരു വള്ളക്കാരനെ വിളിക്കണം. വള്ളവും പിന്നെ അന്നൊക്കെ ആൾക്കാർ എന്തെങ്കിലും ക്ഷീണം കൂടുമ്പോൾ വള്ളവും ആളും പിടിക്കാനേ പറയത്തുള്ളൂ. ഇന്നിപ്പോൾ വണ്ടി പിടിക്കാനല്ല പറയണത്. ഞങ്ങളുടെ നാട്ടിൽ വള്ളവും, കാരണം മുഴുവൻ തോടുകളാണ്, റോഡില്ല താനും. അപ്പോൾ ആൾക്കാർ വള്ളത്തിലാണ് പോകണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര പണിയാണ്. ചിലപ്പോഴും വള്ളത്തിൽ പോയി കുത്തി പകുതിയാകുമ്പോൾ തന്നെ ആൾ മരിച്ചിട്ട് വെള്ളം തിരിച്ചു തന്നെ കാണാം. ഓരോരോ കാലം, ആ കാലമൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം മാറി നമ്മൾ. അപ്പോൾ ഞാൻ അപ്പനോട്, ഞാൻ കിടന്നു പോയി, തീരാത്ത അവസ്ഥയായിപ്പോയി, പൊങ്ങാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ രാത്രി ഒരു സംഭവം ഉണ്ടായി. രാത്രി ഒരു പുറത്തൊരു മനുഷ്യൻ വന്ന് എൻ്റെ തലയിട്ട് ചവിട്ടി. കുതിര കൊണ്ട് 2-3 ചവിട്ടി. അപ്പോൾ ഞാൻ പേടിച്ച് എഴുന്നേറ്റ്. എന്നിട്ട് ഞാൻ കിടന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ പനിയൊന്നുമില്ല. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞ്, അപ്പാ ഇന്നലെ കുതിരപ്പുറത്തൊരാൾ വന്നായിരുന്നു, ആ കുതിര കൊണ്ട് അയാൾ എന്നെ ചവിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ കണ്ണ് നിറഞ്ഞ പോലെ എന്നെ നോക്കി. എന്താ കാര്യം വെച്ചാൽ, ഞങ്ങളുടെ ഫൊറോണ പള്ളി മനക്കുടം പള്ളിയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ആൾക്കാരൊക്കെ പോണ തീർത്ഥാടനം പോലെ. അത് പുരാതനമായ പള്ളിയാണ്, 9ാം നൂറ്റാണ്ടിലുള്ള പള്ളിയാണ്. അത് ഫൊറോണ പള്ളിയാണ്. അപ്പോൾ ആൾക്കാർക്ക് അതിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് മനക്കുടം എന്ന പേര്. ഞാൻ അവിടെയാണ് ആദ്യം വികാരിയായിട്ടിരുന്നത്, അസിസ്റ്റൻ്റായിട്ടും പിന്നെ വികാരിയായിട്ടിരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ പുണ്യാളനുള്ളത് ഗീവരസ് പുണ്യാളനാണ്. അപ്പം അപ്പൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അക്കാലങ്ങളിലൊക്കെ ഏറ്റവും അടുത്തത് അതാണ്. അതുകൊണ്ട് അപ്പം പറഞ്ഞു, പുണ്യാള കൊച്ചിന് അസുഖമാണ്, ഞാനെവിടെ പോകാനാണ്. അപ്പം ഞാനെവിടെ പോകാനാണ് ചോദിച്ചതിനാണ് പുണ്യാളൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ ജീവിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് ആ തലമുറ കാലഹരണപ്പെട്ടു പോയി. ഇന്ന് പുണ്യാളം വന്ന് ചവിട്ടിയാൽ പിള്ളേർ പറയത്തില്ല. അതിന് വിശ്വാസം ഉണ്ടാകണം, അതിനൊരു വിശ്വാസം ഉണ്ടാകണം. ആ പുണ്യാളിൻ്റെ അടുത്ത് പറയണമെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാകണം. അത് വളരെ പ്രാക്ടിക്കൽ ഫെയ്ത്താണ്. ഇന്നിപ്പോൾ പഠനമൊക്കെ കയറിയപ്പോൾ ദൈവം അങ്ങനെ ചെയ്യുമോ,
പിന്നെ ഓരോരുത്തരെയും തലക്ക് നിന്ന് ചവിട്ടാൻ പോകല്ലേ, ഇതൊക്കെ ചുമ്മാ തോന്നിയതാണെന്നൊക്കെ പറയും. അങ്ങനെ പറയണം, അങ്ങനെ പറയണത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ ദൈവത്തിന് മാറ്റാനില്ല. പിന്നെ അതായത് ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണുമെന്നേ പറയണം. അതുകൊണ്ട് എനിക്ക് പറയണത് അവഗണിക്കരുത് ദൈവിക കാര്യം. ക്ലോഡിയ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആളാണ്. മത്തായി 27:19. മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ പിലാത്തോസ് ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ചറിയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. അപ്പൊ ക്ലോഡിയ സ്വപ്നം വിശ്വസിച്ചു, പക്ഷെ പീലാത്തോസും വിശ്വസിച്ചു. പക്ഷെ അധികാരം ആക്രാന്തവും കാരണം അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയി. അതുകൊണ്ട് എന്ത് ചെയ്ത്, ക്ലോഡിയ പറഞ്ഞ വാക്കുകൾ കേട്ടു, ജനം പറഞ്ഞ വാക്കുകൾ കേട്ടു, രണ്ടും കേട്ടു. ജനം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് പുള്ളി കസേര ഉറപ്പിച്ചു. അല്ലെങ്കിൽ ജനം പോയി റിപ്പോർട്ട് ചെയ്യും സീസറിൻ്റെ അടുത്ത്. സീസറിൻ്റെ ഗവർണറല്ല ഇയാൾ. ജനം ഇയാൾക്കെതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സീസർ ഇയാളെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കും. അതുകൊണ്ട് സീസറിനെ അയാൾ കേൾക്കേണ്ടി വരും. ജനത്തിനെ അയാൾ കേട്ടു, ക്ലോഡിയനെ അയാൾ കേട്ടു. എന്താ അതുകൊണ്ടാണ് അയാൾ കൈ കഴുകണത്. പിലാത്തോസ് കൈ കഴുകാൻ കാര്യം എന്താ? ക്ലോഡിയ പറഞ്ഞിട്ടാ. ഈ മനുഷ്യൻ നീതിമാനാണെന്ന് പറഞ്ഞു. അതാണ് അയാൾ പറയുന്നത്, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. മത്തായി 27:24. അവനെ ക്രൂശിക്കുക. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അതാണ് വിഷയം. ഈ നീതിമാൻ എന്ന് പറഞ്ഞത് ആരാണ്? ക്ലോഡിയാണ് പറഞ്ഞത്. അപ്പം ക്ലോഡിയ പറഞ്ഞത് അയാൾ വിശ്വസിച്ചതല്ല എൻ്റെ അർത്ഥം. ക്ലോഡിയയുടെ സ്വപ്നത്തെ ക്ലോഡിയ വിശ്വസിച്ചു. ക്ലോഡിയ പറഞ്ഞത് പീലാത്തോസ് വിശ്വസിച്ചു. പക്ഷെ വിശ്വസിച്ചെങ്കിൽ ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടത്തില്ല. എന്താ കാര്യം? വിശ്വാസം പ്രയോജനപ്പെടണമെങ്കിൽ അത് പ്രവർത്തികളിലൂടെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഹെബ്രായർ പറയണത്, ഹെബ്രായർ 4:2, അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം പീലാത്തോസ് കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. വിശ്വസിച്ചു എന്ന് പറഞ്ഞാലേ, വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ പ്രവർത്തികൾ വേണം. കസേര പോകാതിരിക്കാൻ വേണ്ടിയാണ് അയാള്, അതായത് കസേര പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കർത്താവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വിശ്വസിച്ചു, പക്ഷെ പ്രവർത്തിച്ചത് മറിച്ചായിപ്പോയി. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എല്ലാവർക്കും ഉണ്ടാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും വിശ്വസിക്കും, പക്ഷേ പ്രവർത്തികൾ മറിച്ചായിപ്പോയി. ഇത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. കാര്യം ഇതിനുള്ള മാർഗത്തിലേ ഉള്ളൂ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് ഈശോ പറഞ്ഞില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പറ്റുന്നത്. ഈ പീലാത്തോസ് ഇങ്ങനൊരു അവസ്ഥ ചെന്ന് ചാടിയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അവസാനം പീലാത്തോസ് ആത്മഹത്യ ചെയ്യണതേ. പീലാത്തോസ് ചരിത്രം അവസാനിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. സങ്കടകരമായൊരു അവസ്ഥയാണത്. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നന്മകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്, പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. എൻ്റെ പേര് റോണ മേരി മാത്യു. ഞാൻ എടത്വായിന്ന് വരുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കാൻ അമ്മ നൽകിയൊരു വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം പറയുന്നു. കാരണം ഞാൻ കുറേ നാളായി അമ്മയോട് ചോദിക്കുന്നു, അമ്മേ എനിക്കും എന്നാണ് സാക്ഷ്യം പറയാനായിട്ടൊരു അവസരം എനിക്ക് നീ ഒരുക്കി തരുന്നതെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഓരോരോ ചെറിയ അനുഗ്രഹങ്ങൾ തരുമ്പോഴും അമ്മയോട് ഞാൻ പറയും, അമ്മേ എനിക്ക് ഒരു സമയം തരണേ സാക്ഷ്യം പറയാൻ. അത് ഇന്ന് അമ്മ എനിക്ക് ഒരുക്കി തന്നതിനെ ഓർത്ത് നന്ദിയോടെ ഞാൻ അതിലും ഏറെ സന്തോഷത്തോടുകൂടി നന്ദി പറയുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് അമ്മ നൽകിയത്. അതിനെപ്പറ്റി സാക്ഷ്യം പറയാനാണ് ഞാൻ ഈശോ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്ന് ഞാൻ ആദ്യം പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. 12 വർഷമായി ഞാൻ അതേ രോഗം കൊണ്ട് കഷ്ടപ്പെടുമായിരുന്നു.
എനിക്ക് 7ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. പീരിയഡ്സിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞാൽ 1 മാസം തുടങ്ങിക്കഴിഞ്ഞാൽ അത് 20 ദിവസം പോവും. അത് എനിക്ക് കൈ നിൽക്കത്തു കൂടിയില്ല. ഞാൻ മാറിയ ഓരോ ദിവസവും മാറുമ്പോഴും അമ്മയോട് ഞാൻ ചോദിക്കും, ഈശോയോട് ഞാൻ ചോദിക്കും, ഈശോയെ എല്ലാവർക്കും നീ സൗഖ്യം കൊടുക്കുന്നു, എനിക്ക് മാത്രം എന്താ നീ സൗഖ്യം തരാത്തതെന്ന്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 8/3/2025 ഈ അസുഖം കാരണം ഞാൻ കുറേ നാളായിട്ട് ഞാൻ വലയുമായിരുന്നു. അമ്മയോട് ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും പറയും, അമ്മേ അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു, എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇന്നും പറയും, പ്രാർത്ഥിക്കും, എനിക്കും നീ രക്തസ്രാവസ്ത്രീക്ക് നീ സൗഖ്യം കൊടുത്തിരിക്കുന്നു, എനിക്ക് മാത്രം എന്തേ നീ സൗഖ്യം തരാത്തതെന്ന് ഞാൻ ഈശോയോട് ചോദിക്കുമായിരുന്നു. എന്നും കരഞ്ഞും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ BSc നഴ്സിംഗ് പഠിച്ച് 4th ഇയറിൻ്റെ എക്സാമിന് വേണ്ടി സ്റ്റഡി ലീവ് തന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു. എക്സാം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം വീട്ടിൽ കുറച്ച് തിരക്കും കാര്യങ്ങളുമായി. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എവിടുന്നില്ലാതെ വീണ്ടും ബ്ലീഡിങ് സ്റ്റാർട്ടായി, നിൽക്കുന്നില്ല. ഞാൻ ബ്ലീഡിങ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ വെളുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒട്ടും വയ്യാണ്ടായി. എൻ്റെ അമ്മ എൻ്റെ പുറകെ നടന്ന് പറയും, എടാ നമുക്ക് ആശുപത്രി പോടാ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് ആശുപത്രി വേഗം പോയേക്കാം, ഇനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാം. ഞാൻ തീരെ അവശതയായെന്ന് കണ്ടപ്പോൾ ഞാനും പറഞ്ഞു, അമ്മ എന്നാൽ ആശുപത്രി പോകാമെന്നും പറഞ്ഞ് ആദ്യം TMM ഹോസ്പിറ്റൽ, തിരുവല്ലയിലുള്ള TMM ഹോസ്പിറ്റലിൽ പോയി. അവിടെ എമർജൻസി കയറി. അവരെനിക്ക് കുറച്ച് മരുന്ന് തന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി. അന്ന് തന്നെ ഡിസ്ചാർജ് ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ട്രിവാൻഡ്രത്ത് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ഞാൻ ട്രിവാൻഡ്രം പോയി തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഇതേ പ്രശ്നം സ്റ്റാർട്ടായി. എനിക്ക് കയ്യിൽ നിൽക്കുന്നില്ല, വീണ്ടും അവശതയായി. അപ്പം ഞാൻ വേഗം വീണ്ടും എമർജൻസിയിൽ അതേ ഹോസ്പിറ്റലിൽ പോയി. എമർജൻസി പോയി അഡ്മിറ്റായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എന്നെ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത്, ഒരു സിസ്റ്റ് അകത്തുണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ബ്ലഡ് കൗണ്ട് അന്നേരം ഇപ്പോൾ 6 എനിക്കിനി ഒരു രക്ഷയില്ല. അപ്പം എന്നോട് പറഞ്ഞു, നമുക്ക് അഡ്മിറ്റ് ആവാം, ഇനി അഡ്മിറ്റായി നമുക്ക് കുറച്ച് ഫെറസ് ഫ്യൂമറേറ്റ് ഒക്കെ നമുക്ക് കുറച്ച് മരുന്നൊക്കെ കയറ്റാം, എന്നാലേ ഇനി ശരിയാവത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ എന്നാൽ അഡ്മിറ്റ് ആവുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി അഡ്മിറ്റ് ആവുമെന്നുള്ളൊരു ഒരു ചെറിയ ധാരണയുള്ളതുകൊണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് നേരത്തെ അവിടെ ചെന്ന് അഡ്മിറ്റായി. അവർ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇത് സർജറി ചെയ്ത് കളയാനായിട്ട് വല്ലതും പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കത് പറ്റത്തില്ല, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. ഡോക്ടറിന് ഞങ്ങൾ അഡ്മിറ്റായ സമയത്ത് തന്നെ ആദ്യമേ ചെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ CMCയിലാണ് പഠിക്കുന്നത്, CMC വെല്ലൂരിലാണ് പഠിച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ അങ്ങോട്ടാണ് ജോലിക്ക് കയറുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഈ സർജറിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഡോക്ടർ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ CMC തന്നെ പോയി നോക്ക്, അവരെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം, എന്തായാലും ഞങ്ങൾ ഇവിടെ സർജറി ചെയ്യില്ല എന്നും പറഞ്ഞ് അവർ കൈ ഒഴിഞ്ഞു. അപ്പോൾ എനിക്ക് അധികം വിഷമമായി. ഞാൻ അന്നേരം ഇപ്പോൾ ഉടമ്പടി ആയിരിക്കുന്ന ഒരു സമയം കൂടി ആയിരുന്നു. എനിക്ക് അറിയായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മ എനിക്ക് കാണിച്ചു തരും എന്താ കാര്യം എന്നുള്ളത്, അമ്മ എനിക്ക് വേഗം കാണിച്ചു തരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വേഗം സാധിക്കുകയും ചെയ്തു. അതെന്താണെന്ന് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ CMC അവിടെ ജോലി തുടങ്ങി. ഞാൻ ജോലിക്കായി പോയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ അൾട്രാസൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, എടാ നമുക്കിത് വെച്ചോണ്ടിരിക്കേണ്ട, നമുക്കിത് വേഗം സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേ ദിവസം ഞാൻ രാവിലെ സർജറി ചെയ്ത് ഡോക്ടർ പറയുന്നതിന് മുന്നേ രാവിലെ ഞാൻ എഴുന്നേറ്റു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ പോലും ഞാൻ ഫോൺ നോക്കത്തില്ല. ആദ്യമേ ഞാൻ കണ്ണടച്ച് കർത്താവിനോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഞാൻ എന്നും തുടങ്ങത്തുള്ളൂ. അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം, പോസിറ്റീവ് എനർജിയും തരുന്നൊരു കാര്യമാണ്. ഞാനപ്പോൾ ദൈവത്തോട് ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ ഇന്ന് പോവാ ഹോസ്പിറ്റലിലോട്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, സർജറി ആണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഈശോയെ നീ തന്നെ കാണിച്ചു തരിക എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോയത്. അപ്പം ഞാൻ അന്ന് ബൈബിള് വായിക്കാൻ ഞാൻ എന്നും രാവിലെ ഹോസ്പിറ്റലാണെങ്കിലും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയും ഡെയിലി ബ്രെഡ് ആരാധന കൂടി ബൈബിള് വായിച്ചിട്ട് ഇറങ്ങിപ്പോന്നെ. അന്നേ ദിവസം ഞാൻ ബൈബിള് വായിച്ചില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ആരോ വന്ന് പറഞ്ഞു, എടാ നീ ഇന്ന് ബൈബിള് വായിച്ചോ, വേഗം പോയി ബൈബിള് വായിക്കുമെന്ന് പറഞ്ഞു. ഞാൻ തുറന്നപ്പോൾ തന്നെ എന്നോട് ഈശോ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ ഞാനുണ്ടെന്നുള്ളൊരു വാക്യം. ഞാൻ അത് കഴിഞ്ഞ് വേഗം ബൈബിൾ അടച്ചു, ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ പോവാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല,
കൂടെ വന്നേക്കണേന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മുറി പൂട്ടി ഇറങ്ങിയപ്പോഴേക്കും എന്നോട് വീണ്ടും ഒരു സ്വരം മനസ്സിൽ പറഞ്ഞു, എടാ ഇത് ഒരു സർജറിയിൽ അവസാനിക്കാൻ പോകുന്നത്, നീ പേടിക്കണ്ട, നിന്നോട് ഞാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു കാര്യം ആരോ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ തോന്നി. ഞാൻ വേഗം ചെന്ന് ഞാൻ ആശുപത്രിക്ക് പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്കിത് വെച്ചോണ്ടിരിക്കേണ്ട, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സർജറി ചെയ്ത് കളയേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. ഇനി ഇത് വളർന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ശരി നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. സർജറിയുടെ ഡേറ്റായി. സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോഴും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ഒരു പേടി പോലും തോന്നിയില്ല. അതെന്താന്ന് ഇപ്പോൾ ചോദിച്ചാൽ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഉള്ളിൽ, എൻ്റെ ഈശോ എൻ്റെ കൂടെ സർജറിയുടെ കൂടെ ഞാൻ പോകുമ്പോൾ കർത്താവും ഇങ്ങ് പോന്നേക്കും, എനിക്കതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ സർജറി അനസ്തീഷ്യ തന്നപ്പോഴും ഞാൻ ഒരു സൈഡിലേക്ക് നോക്കിയിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ അവിടെ നിന്നേക്ക്, എനിക്ക് ധൈര്യമാണ്, നീ അവിടെ നിന്ന് പോയേക്കല്ലേ എന്ന് ഞാൻ കർത്താവിനോട് കണ്ണടയ്ക്കുന്നതിന് മുന്നേ, അനസ്തീഷ്യ തന്ന് കണ്ണടയ്ക്കുന്നതിന് മുന്നേ പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞു, തിരിച്ചെത്തി, എല്ലാം കഴിഞ്ഞു. ആദ്യത്തെ 2 മാസം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെയും ഇതേ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു. ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ആയി. വീണ്ടും അവർ തന്ന മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, മരുന്ന് തന്നിട്ട് നിൽക്കുന്നില്ല. അവസാനം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇത് മരുന്ന് കൊണ്ട് ഇനി നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയാം അല്ലെങ്കിലും നീ എൻ്റെ കൂടെയുണ്ട്, എനിക്കൊന്നും പേടിക്കാനില്ല എന്നുള്ളൊരു ധൈര്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം ചെക്കപ്പും എല്ലാം കഴിഞ്ഞു. ഡോക്ടർ ലാസ്റ്റ് അൾട്രാസൗണ്ട് കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട്, ഞാൻ അന്നേരം ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നൊരു ലീവിന് വന്ന സമയമായിരുന്നു. ലീവിന് വന്നു. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് ജോസഫ് അച്ഛനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. നമുക്ക് പറ്റുമോയെന്നറിയില്ല, എന്നാലും ഈശോ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ നിന്നെ വരുത്തിയതാണെങ്കിൽ ഉറപ്പായിട്ട് നീ ജോസഫ് അച്ഛനെ കണ്ടിട്ടേ ഇവിടുന്ന് ഭവനത്തിൽ നിന്ന് നീ വീട്ടിലോട്ട് ജോലിക്കായിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ എൻ്റെ വിഷയം ഞാൻ ആ ഓഫീസിൽ ചെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഫയലുകൾ പോലും നോക്കിയില്ല. എന്നോട് പറഞ്ഞു, ഇന്ന് ജോസഫ് അച്ഛനെ പോയി കണ്ടോയെന്ന് പറഞ്ഞ് എനിക്കൊരു പേപ്പർ തന്നു. ഞാൻ വേഗം ഇങ്ങോട്ട് വന്നു. എല്ലാവരും മാറി. അപ്പം എല്ലാവരും പറഞ്ഞു, രോഗസൗഖ്യത്തിനല്ലേ ഇവിടെ നിന്നോന്ന് പറഞ്ഞു. ഞാൻ കയറി നിന്നു. അച്ഛൻ വന്നു, എൻ്റെ തലയെ കൈവച്ചു. ഞാൻ വേഗം എന്താണെന്നറിയില്ല, എനിക്ക് എവിടെ നിന്നാണെന്നറിയില്ല, പെട്ടെന്ന് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എത്ര നാളായി ഞാൻ ഈ വിഷയം കൊണ്ട് നടക്കുകയാണ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് സ്വസ്ഥമാക്കല്ലേ അമ്മേ, എനിക്കും സൗഖ്യം താ അമ്മേ, എനിക്കും സാക്ഷ്യം പറയാനൊരു അവസരം താ അമ്മേ എന്ന് പറഞ്ഞു. അച്ഛൻ തൈലം തന്നു. എന്നോട് പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി പോയി അത് തേക്കണമെന്ന് പറഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി ഞാനത് വയറ്റിൽ തേച്ചു. പിന്നെ എവിടുന്നാണെന്നറിയില്ല, എനിക്ക് പിന്നെ ഒരിക്കൽ പോലും ഇത്രയും നാളായിട്ടോ എനിക്ക് ആ അസുഖം ഇതുവരെ വന്നിട്ടില്ല. അതിന് അമ്മയോട് ഒത്തിരി നന്ദി പറയാണ്. കാരണം 12 വർഷമായി ഞാൻ വിഷമിച്ച് നടന്നൊരു വിഷയമായിരുന്നു. ഇന്ന് അത് നിന്നു. ആ സൗഖ്യം കിട്ടിയെന്ന് ഇപ്പോഴും സൗഖ്യം കിട്ടിയെന്നുള്ളൊരു സന്തോഷം എനിക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ രണ്ടാമതായുള്ള എൻ്റെ വിഷയം എന്ന് പറയുന്നത്, എനിക്ക് +2 കഴിഞ്ഞ് 72% മാർക്കേ ഉള്ളായിരുന്നു. എനിക്ക് വേണ്ടി ആ സമയത്ത് ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഒരു കോളേജിൽ നിന്നും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെ ആയിപ്പോയി. ഞാൻ ആരോടും ഒന്നും സംസാരിക്കാതായി. വീട്ടിലാണെങ്കിൽ പോലും ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. ഞാനൊന്നും മിണ്ടാണ്ടായി. ആഹാരം പോലും കഴിക്കുന്നില്ല. കാരണം ഒരു കോളേജിൽ നിന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലായിടത്തും കൊടുക്കുമ്പോഴും കേരളത്തിൽ നിന്നുള്ള എല്ലാ കോളേജും റിജക്റ്റ് ചെയ്തു. കാരണം എനിക്ക് 72% മാർക്കേ ഉള്ളൂ. ഞാൻ എന്നും ഈശോയോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ഇന്ന് ഇത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ അത് നീൻ്റെ മിടുക്കാണ്. എനിക്കൊരു കഴിവുമില്ല. ഞാൻ ഒരു കഴിവുമില്ലാണ്ടാണ് ഞാൻ ഈ ലോകത്തോട്ട് വന്നത്. ഞാൻ ഇത്രത്തോളം ഇവിടെ നിൽക്കുന്നതും ഈശോ നൽകുന്ന ഓരോ അനുഗ്രഹമാണെന്ന് ഞാൻ എന്നും ഈശോയോട് പറയും. ഞാനപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ CMC വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ അഡ്മിഷനായിട്ട് കൊടുത്തു. എൻട്രൻസ് എക്സാം വന്നു. എൻട്രൻസ് എഴുതി. അപ്പോഴും ഞാൻ ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, നീ എന്നെ ഏറ്റെടുത്തോണേന്ന് ഞാൻ പറയുമായിരുന്നു. റിസൾട്ട് വന്നപ്പം എനിക്ക് 42nd റാങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ, അതും എല്ലാ കോളേജിൽ നിന്നും എന്നെ റിജക്റ്റ് ചെയ്തതും, ഏറ്റവും മാർക്ക് കുറഞ്ഞ എന്നെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ എന്നെ വിളിച്ചതിൽ അതും ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്.
അതുമാത്രം കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള സമയത്ത് ഞാൻ ഈശോയോട് എന്ന് സംസാരിക്കും. ഞാൻ ഒരിക്കലും ഒരു പ്രാർത്ഥനയായിട്ടല്ല, ഞാൻ ഉടമ്പടിയിലാണ്. ഇപ്പോൾ ഉടമ്പടിയിലുള്ളപ്പോഴും ഞാൻ അമ്മയോടും ഈശോയോടും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഞാനൊരു പ്രാർത്ഥനയായിട്ട് ഞാൻ കരുതില്ല. ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്നോട് അമ്മ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ അപ്പനും അമ്മയും നിന്നെ ഇട്ടേച്ചും പോയാലും, ആര് നിന്നെ വേണ്ടെന്ന് വെച്ചാലും കർത്താവ് നിന്നോട് കൂടെ എന്നുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസവും ബലവും എനിക്ക് ഈശോ നൽകിയിട്ടുണ്ടായിരുന്നു. കാരുണ്യപ്രവർത്തികളായി ഞാൻ ചെയ്യുന്ന കാര്യം, എനിക്ക് അമ്മയാണ് ആദ്യം ഈ വഴി കാട്ടിത്തന്നത്. അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത സമയത്ത് അമ്മ കാരുണ്യപ്രവർത്തികളായി ഓരോ സമയവും പൈസയാണെങ്കിലും ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ കൂടെ, എനിക്കതൊരു മോട്ടിവേഷനായി. എനിക്കും കൊച്ചിലെ മുതലൊരു കാര്യം, ഉള്ളിലുള്ളൊരു കാര്യമായിരുന്നു എനിക്കും ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന്. ഞാൻ അങ്ങനെ ഓരോരുത്തരെ സഹായിക്കാനായി എനിക്ക് സ്റ്റുഡൻറ്റ് പീരീഡ് ആയതുകൊണ്ട് എനിക്ക് സ്വന്തമായി കയ്യിൽ ഒന്നുമില്ല. അപ്പം ഞാൻ അമ്മയോട് പോലും പറയാണ്ട് തുടങ്ങിയതാണ്. ഞാനിങ്ങനെ ചിലവാക്കുന്ന, എനിക്ക് കൊച്ചു കാര്യങ്ങളിൽ ചിലവാക്കുന്ന പൈസ എപ്പോഴും ഞാൻ മാറ്റി വെച്ച്, അത് ഞാൻ 6 മാസം കൂടിയിരിക്കുമ്പോഴായിരിക്കും ചിലപ്പം സ്റ്റുഡൻറ്റ് പീരീഡിൽ വീട്ടിൽ വരുന്നത്. ആ സമയത്ത് ഞാൻ അത് കൂട്ടി വെച്ച് ഞാൻ ഓരോരുത്തർക്ക് സഹായത്തിനായി ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ കൊച്ചിലെ നേർന്നൊരു നേർച്ചയായിരുന്നു. അമ്മ മാതാവിനോടാണ് ഞാൻ ആദ്യം അത് പറഞ്ഞത്. അമ്മ, എനിക്ക് ജോലി കിട്ടിയ എൻ്റെ ജോലിയുടെ ആദ്യത്തെ ദശാംശം ഞാൻ അമ്മയുടെ നടയിലേക്ക് കൊടുത്തേക്കും, അത് ഞാൻ ഉറപ്പാണ്. അമ്മയ്ക്ക് ഞാൻ ഇത്രയും നാളും കഴിഞ്ഞ് വന്നിട്ടും എൻ്റെ അമ്മ അത് ഞാൻ കൊടുത്തപ്പം, എനിക്ക് ജോലി കിട്ടിയ ആദ്യത്തെ ശമ്പളം ഞാൻ കൊടുത്തപ്പോഴും എൻ്റെ അമ്മ എന്നോട് ചോദിച്ച ഒരേ ഒരു കാര്യം, നീ ഇതുവരെ അത് മറന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനത് മറന്നിട്ടില്ല. ഞാൻ എൻ്റെ ഈ അമ്മ മാതാവിനോടാണ് പറഞ്ഞത്. അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ മുടക്കത്തില്ലെന്ന് ഞാൻ അമ്മയോട് ഉറപ്പായി പറഞ്ഞു. ഞാനത് ഇവിടെ കൃപാസനത്തിൻ്റെ നടയിൽ അമ്മയുടെ ഉപരിപ്രവർത്തനങ്ങൾക്കായി ഞാൻ എൻ്റെ ജോലിക്ക് കിട്ടിയ ആദ്യത്തെ സാലറിയുടെ ദശാംശം ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, അമ്മ എനിക്ക് തന്ന ഈ ഉടമ്പടിയിലൂടെ അമ്മ എനിക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും ഒരു ലിവിങ് ടെസ്റ്റിമോണി ആയിട്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്. എൻ്റെ ആശുപത്രിയിലാണേലും വരുന്ന ഓരോ രോഗികൾ, അവർ സങ്കടപ്പെട്ട് വരുമ്പോഴും അവർക്ക് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ രോഗസൗഖ്യം അതിനായിട്ടാണ്, എല്ലാവരോടും സാക്ഷ്യം പറയാനായിട്ടാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എല്ലാവരുടെ അടുത്തും ചെന്ന് പറയും. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോഴും അവർക്കും മനസ്സ് സന്തോഷവും. ഞാൻ അവരോട് പറയും, നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കും, നിങ്ങൾക്കും കിട്ടും ഇതുപോലെ ഇതിലുമേറെ അനുഗ്രഹങ്ങൾ ഈശോ അമ്മയും നൽകുമെന്ന്. അമ്മയും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനം അൾത്താരയിൽ കയറി ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം ആരംഭിക്കുകയാണ്. എൻ്റെ പേര് ജോമോൾ, ഇതെൻ്റെ ഹസ്ബൻഡ് സെബിൻ തോമസ്, ഇത് ഞങ്ങളുടെ മോൻ അബ്രാം ജോസെബിൻ. ഞാൻ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് കോടനാട് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 31/7/2022 എൻ്റെ മാരേജിന് മുമ്പ് ഞാൻ ഇവിടെ അടുത്തുള്ള സെൻറ്റ് ജോർജ് മനക്കോടം ചർച്ചിൽ ഇടവക അംഗമായിരുന്നു. ഇവിടെ നിന്ന് അടുത്തായതുകൊണ്ടും ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും തന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടും എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ കൃപാസനത്തിൽ വരുമായിരുന്നു. എൻ്റെ 10th +2 ഞാനൊരു MTech ഗ്രാജുവേറ്റാണ്. BTech ശേഷവും MTechും എല്ലാ ഒരു പരീക്ഷയുടെ കാലഘട്ടത്തിലും അല്ലാണ്ടും ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകാൻ ലഭിച്ചിട്ടുണ്ട്. മാരേജിന് ശേഷമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഒരു പ്രത്യേക നിയോഗമെന്ന് വിചാരിച്ചല്ല ഞാൻ ഒരിക്കലും ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുമ്പോൾ മുതൽ ഞാൻ ഓർക്കുമായിരുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ മാതാവ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നിനക്കൊരു സഹനമുണ്ടെന്ന്. അത് മാതാവ് തന്നെ പറഞ്ഞു, നിനക്ക് മക്കളെ ലഭിക്കാൻ താമസമുണ്ടാകുമെന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിന്നിട്ടില്ല. കുറച്ചു മുമ്പ് അച്ഛൻ പറഞ്ഞ പോലെ സംശയിച്ചുകൊണ്ടല്ല ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ എനിക്ക് മക്കളെ ലഭിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. 2022 ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത്. 2025 വരെ ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, ടെസ്റ്റുകളെല്ലാം ചെയ്തു. ടെസ്റ്റുകളെല്ലാം നോർമലായിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, ടെസ്റ്റുകളെല്ലാം നോർമലാണ്, ബട്ട് നിങ്ങൾക്ക് ചാൻസ് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് ബൈ നോർമൽ ചാൻസ് ഭയങ്കര കുറവാണ്, നിങ്ങൾ IUIക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു
സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, നീ അതിന് നോ പറഞ്ഞാൽ മതിയെന്ന്. ഞാനും എൻ്റെ ഹസ്ബൻഡും തീരുമാനിച്ചു, ഞങ്ങൾ ഒരു വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനും പോകുന്നില്ല, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കും, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കും, ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ ഞങ്ങൾക്ക് മക്കളെ ലഭിച്ചാൽ മതിയെന്ന്. അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ദൈവകൃപയാൽ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. ഞാനും ഹസ്ബൻഡ് ലാസ്റ്റായിട്ടാണ് ജോസഫ് അച്ഛനെ കണ്ടത്. അന്നത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ആൾത്താരുടെ ഫ്രണ്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ലഭിക്കേണ്ട ഉത്തരം ഞാൻ എത്ര വർഷം വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളാം, മാതാവേ ഞാനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമോ, കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എന്നായിരുന്നു മാതാവ് ജോസഫ് അച്ഛനിലൂടെ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട മക്കളെ, നിങ്ങൾ കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ആ ഒരു നിമിഷം എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എൻ്റെ ശരീരത്ത് ഫുള്ള് ഒരു കുളിര് വരുന്ന പോലെയായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സൈത്ത് അടിവയറ്റിൽ പരട്ടണമെന്ന് പറഞ്ഞു. അച്ഛൻ ഒരു പ്രാവശ്യം അവിടെ പോയി ഇരുന്നു. എന്നിട്ട് വീണ്ടും വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിന് തലക്ക് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കവിളിൽ ഇങ്ങനെ തട്ടി. ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിരുന്നു. ഒരു മാതാവിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ എനിക്ക് ആ സമയത്ത് തോന്നി. ഞാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് എൻ്റെ അച്ഛൻ തന്ന തൈലം ഞാൻ സൈത്ത് അടിവയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ആ മാസം തന്നെ പ്രഗ്നൻ്റ് ആകുകയാണ് ചെയ്തത്. അതിനു മുമ്പ് തന്നെ മാതാവ് എന്നോട് സ്വപ്നത്തിലൂടെ പറയുമായിരുന്നു, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന്. ഞാൻ അപ്പം മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കണമേ എന്ന്. അതിനുശേഷം ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പറയുകയാണ്, മോളെ നിനക്ക് ബ്ലൂ കളറുള്ള ഡ്രസ്സ് എന്തായാലും നല്ലതായിരിക്കുമെന്ന്. അതിനുശേഷം അപ്പം മുതൽ മാതാവ് എന്നോട് പറയുക, നിനക്ക് എന്തായാലും ആൺകുട്ടിയായിരിക്കും ലഭിക്കുന്നത്, ഏത് കുട്ടിയാണെങ്കിലും ആരോഗ്യമുള്ളൊരു കുട്ടിയെ ലഭിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ദിവസം ഞാനും ഹസ്ബൻഡ് എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുന്നതിൻ്റെ അന്ന് അതിനു മുമ്പാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അതിനുശേഷം ഞാൻ ഡെയിലി ബ്രെഡ് കൂടി പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഹസ്ബൻഡിനോട് പറയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്നത്. അതിനുശേഷം എൻ്റെ പ്രഗ്നൻസി കാലഘട്ടം മുഴുവനും മാതാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. മാതാവ് എന്നെ ചേർത്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. 10th വീക്കിലെ സ്കാനിങ്ങിൻ്റെ അന്ന് രാവിലെ മാതാവ് സ്വപ്നത്തിൽ എന്നെ കാണിച്ചു തരുവാണ്, എൻ്റെ യൂട്രസിലൊരു ക്ലോട്ടുള്ള പോലെ. അപ്പോൾ എനിക്ക് അത് ക്ലിയർ ആയില്ല. അപ്പോൾ ഞാൻ എണീറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകുന്ന സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്ന് എന്തോ സ്കാനിങ്ങിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാകും, മാതാവ് എന്നെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, ഒരു കുഞ്ഞിനെ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലി സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിൽ കുഴപ്പമില്ല, ബട്ട് അന്നത്തെ ബ്ലഡ് റിപ്പോർട്ടിൽ എൻ്റെ തൈറോയ്ഡ് കൂടുതലാണെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ വരികയും അതിനുശേഷം നെക്സ്റ്റ് ഡേ ഡോക്ടർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, നാളെ ഒന്നുകൂടെ വന്നം, നമുക്ക് ഒന്നുകൂടെ സ്കാനിങ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ വന്ന് സ്കാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ യൂട്രസിലൊരു ക്ലോട്ട് ഉണ്ടെന്നത് കാണുന്നത്. അത് മേ ബി ആ ക്ലോട്ട് നമ്മുടെ ബേബീനെ അഫക്റ്റ് ചെയ്യാം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തായാലും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ കുഞ്ഞിന് ഒരു ആപത്തും വന്നില്ല. ആ ഒരു കാലഘട്ടം മാത്രമാണ് ഞാൻ ഈ പ്രഗ്നൻസി ടൈമിൽ ആ 2 months മാത്രമാണ് പള്ളിയിൽ പോകാതിരുന്നത്. ബാക്കി എല്ലാ ദിവസവും എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും ദൈവത്തെ സ്വീകരിക്കാനുള്ള കൃപ ലഭിച്ചു. അതാണ് എനിക്ക് ഏറ്റവും രാവിലെ ആകുന്നതും പള്ളിയിലോട്ട് പോകുക എന്ന് പറയുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ റെസ്റ്റ് അല്ലേ, പിന്നെ എന്തിനാ നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ആ ആൾത്താരയിൽ നോക്കുമ്പോൾ, ആ ക്രൂശിത രൂപത്തിൽ നോക്കുമ്പോൾ ആ ദൈവത്തിനെ കണ്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തോ പോലെ ഞാൻ ഇൻകംപ്ലീറ്റ് ആയ പോലെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ ഓരോ ദിവസവും 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരവും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും എന്നെ കഴിയുന്ന വിധത്തിൽ എല്ലാവരെയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 28/8/2025 ഒരു കുഞ്ഞിനെ ലഭിച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോൾ അന്ന് അവിടെ വായിച്ച വായനയിൽ അബ്രാഹത്തിൻ്റെയും എലിസബത്തിൻ്റെയും പറ്റിയായിരുന്നു. അന്ന് അതിലൂടെ എനിക്ക് മാതാവ് എന്നോട് പറഞ്ഞു, നീ അബ്രാം എന്നുള്ളൊരു പേര് നോട്ട് ചെയ്ത് വെച്ചോ എന്ന്. അതേപോലെ എൻ്റെ മോന് പേരിട്ടിരിക്കുന്നത് അബ്രാം തന്നെയാണ്. അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ 6 മാസം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ദൈവം തന്ന ഓരോ അനുഗ്രഹത്തിനോടും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് ആദ്യമായി ഉടമ്പടി ലഭിച്ചപ്പോൾ അന്ന്
മണി നമുക്ക് ഇവിടുന്ന് ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുമായിരുന്നു. അന്ന് എനിക്ക് മണിയാണ് കിട്ടിയത്. അപ്പോൾ അതിലൂടെ മാതാവ് എന്നോട് പറഞ്ഞു, നീ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്നാണ് പറഞ്ഞത്. ഉടമ്പടിയെ പറ്റി പറയാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകും, ഞാൻ അങ്കമാലിലാണ് വർക്ക് ചെയ്യുന്നത്. ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഞാൻ കൃപാസനം പത്രം എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഇറങ്ങി കൊടുക്കുകയും അവരോട് ഉടമ്പടിയെ പറ്റി പറയുകയും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മോളെ ഉടമ്പടി എടുക്കുന്നത്, മോൾക്ക് അനുഗ്രഹം ലഭിച്ചോ. എന്നോട് ഒരു പ്രാവശ്യം ഒരു ചേട്ടൻ ചോദിച്ചു, മോൾ എന്തിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തതെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ എൻ്റെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയല്ല, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും ഒരു ചിട്ടയായ ഒരു ജീവിതം ക്രമപ്പെടുത്താനും വേണ്ടിയാണ് ചെയ്തതെന്നാണ് ആ ചേട്ടനോട് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ദൈവത്തെപ്പറ്റി പ്രഘോഷിക്കുമ്പോൾ അന്ന് നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. എനിക്കത് സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ദൈവത്തെപ്പറ്റി പ്രഘോഷിക്കാനും മാതാവിന് തന്ന ഉടമ്പടിയെപ്പറ്റി പ്രഘോഷിക്കാനും ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആതുര ആലയങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുകയും അവിടെയുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരോട് സംസാരിക്കുകയും ഒരു ദിവസം വന്നില്ലെങ്കിൽ അവർ ചോദിക്കും, മോളെ എന്ത് പറ്റി, മോളെന്താ കഴിഞ്ഞ ആഴ്ച വരാതിരുന്നേ, മോളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അവർ ഓർത്ത് വെച്ചിട്ട് എന്നോട് പറയുമായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി അവരും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോയി കുറച്ച് ഗ്യാപ്പ് ശേഷം പോകുമ്പോൾ അവർ പറയും, മോളെ ഞങ്ങൾക്ക് മനസ്സിലായി, മോൾ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലായി, ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ഒത്തിരി പേരുടെ പ്രാർത്ഥന എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇതുകൂടാതെ വേറെ ഒരു മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ കറക്ഷൻ ഉണ്ടായിരുന്നു. 10th മുതലുള്ള സർട്ടിഫിക്കറ്റ്സിൽ എല്ലാം എനിക്ക് കറക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ 4 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പാരൻസ് എബ്രോഡ് ആയതുകൊണ്ട്. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ് കറക്ഷൻ ചെയ്യണമെങ്കിൽ ഈ എല്ലാ സ്കൂളിലും ചെന്നിട്ട് നമുക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം. അവിടുത്തെ അപ്പോൾ ഞാൻ പഠിച്ച ഒരു സ്കൂളിൽ LP സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ റിനോവേഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ നെയിം ഉണ്ടായിരുന്ന ആ റെക്കോർഡ് കാണുന്നില്ല എന്ന് പറയുകയും ഞാൻ നോക്കട്ടെ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സ്റ്റുഡൻറ്റ് വന്ന് ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയ ഫലമായിട്ട് അവിടെ നിന്നൊരു ടീച്ചർ വരികയും ആ ടീച്ചർ എൻ്റെ ഒപ്പം പഠിച്ചൊരു കുട്ടിയുടെ അമ്മയായിരുന്നു. അങ്ങനെ ആ ടീച്ചർ വഴി എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ക്ലിയറൻസ് ലഭിക്കുകയും SLCയുടെ സർട്ടിഫിക്കറ്റിൽ കറക്ഷൻ ലഭിക്കുകയും ചെയ്തു. ബട്ട് അതിനുശേഷം ഞാൻ BTech MTech എല്ലാം പഠിച്ചത് തമിഴ്നാട്ടിലാണ്, അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ. അവിടെ ഒരു പ്രോപ്പർ പ്രൊസീജിയർ ഇല്ലായിരുന്നു. ഞാൻ എല്ലാവരെയും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയത്തില്ല. ഞങ്ങളുടെ കൺസേൺ സ്റ്റാഫിനെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴും അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വിളിക്കൂ. യൂണിവേഴ്സിറ്റിയിൽ വിളിക്കുമ്പോൾ അവർ പറയും ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ അവർ കണക്ട് ചെയ്യാമെന്ന് പറയും, അങ്ങനെ കണക്റ്റ് ആവുന്നില്ല. അതിനുശേഷം ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നെ കോൾ ബാക്ക് ചെയ്യുകയും ഇന്ന പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്, ഓൺലൈനിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുകയും എനിക്ക് കുറച്ച് ദിവസത്തിന് തന്നെ എൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ സെമസ്റ്റർ ഷീറ്റിലും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ 15 സർട്ടിഫിക്കറ്റുകൾ എനിക്ക് മാറ്റി കിട്ടുകയും മാതാവിൻ്റെ ഇടപെടലോടുകൂടി എനിക്ക് എല്ലാം ക്ലിയർ ആകുകയും ചെയ്തു. മാതാവ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാൻ സമർപ്പിക്കും. ഈ കൃപാസനം അൾത്താരയിൽ, പവിത്രമായ അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദേവകുമാരനും കൃപാസന മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ടെസ്ന ജോസഫ്. ഞാൻ എറണാകുളം ജില്ലയിലെ വടുതലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാനിപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ കാസർഗോഡിൽ ആയുർവേദ ഡോക്ടറായിട്ട് 1.5 വർഷമായിട്ട് സേവനം ചെയ്തു വരികയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 3-ാം തീയതിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സർവീസിൽ ആയുർവേദ ഡോക്ടറായിട്ട് പ്രവേശിക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒരു 10 വർഷത്തോളമായി. ഞാൻ ഈ ആയുർവേദ മേഖല പൊതുവേ ഗവൺമെൻറ് സർവീസ് നല്ല കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം മുമ്പൊന്നും അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. ഒരു സാധാരണ ക്രിസ്ത്യാനി ജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോവുക, സന്ധ്യാപ്രാർത്ഥന ചിലപ്പം മുടങ്ങാറുണ്ട്. അങ്ങനെ ഒരു സാധാരണമായിട്ടുള്ളൊരു ക്രിസ്ത്യാനി ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഈ ഒരു PSC എക്സാം വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് എന്നോട് ഒരു ബന്ധു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്.
ഞാൻ ഈ 10 വർഷത്തോളം എൻ്റെ കഴിവിൽ വിശ്വസിച്ച് പ്രാർത്ഥന ഒരു സൈഡായിട്ട് കൊണ്ടുപോയിട്ട് വളരെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഉറക്കമൊളിച്ചൊക്കെ ഒത്തിരി PSC എക്സാമിന് വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടിയൊക്കെ ഒത്തിരി പ്രിപ്പയർ ചെയ്തു, പലതും അറ്റൻഡ് ചെയ്തു. എന്നാൽ ഒരു മെച്ചപ്പെട്ട ജോലിയൊന്നും എനിക്ക് ലഭിച്ചില്ല. പല ഗവൺമെൻറ് PSCയുടെ പല റാങ്ക് ലിസ്റ്റിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും ഞാൻ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആദ്യത്തെ ഒരു 3 മാസം ഞാൻ ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് പാലിക്കാൻ സാധിച്ചില്ല. ചിലതൊക്കെ മുടക്കം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടൊരു PSC എക്സാം വന്നു. അതിന് ഞാൻ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇരുന്നുകൊണ്ടിരുന്ന സമയത്ത് എക്സാമിന് ഒരു മാസം മുമ്പ് ഞാൻ പെട്ടെന്ന് തെന്നി വീഴുകയും എൻ്റെ വലത് ഷോൾഡറിൻ്റെ ലിഗമെൻറ്റിന് ഇഞ്ചുറി ഉണ്ടാകുകയും ചെയ്തു. കൈ അനക്കാൻ പറ്റാത്തതുപോലെയായി. അപ്പം ഞാൻ ഇങ്ങനെ ആ എക്സാം എനിക്ക് എഴുതാനേ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, മാതാവ് എനിക്ക് തന്നൊരു, ഞാൻ ഈ ഉടമ്പടിയിൽ കാണിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ കാണിക്കുന്ന ഒരു അലംഭാവത്തിന് അതിൽ നിന്ന് മാറി ഉടമ്പടിയിലേക്ക് കൂടുതൽ ഉണർവോടെ വരുവാൻ വേണ്ടി മാതാവ് എനിക്കെന്നൊരു വാണിംഗ് ആണ് എന്ന് കരുതി ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും കൂടുതൽ തീക്ഷ്ണതയോടെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് പാലിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 2-3 പുതുക്കലിന് ശേഷം 2024 ഫെബ്രുവരി 27-ാം തീയതി കേരള PSCയുടെ ആയുർവേദ മെഡിക്കൽ ഓഫീസറിൻ്റെ എക്സാം നടക്കുകയുണ്ടായി. ആ എക്സാമിന് ഞാൻ വളരെ നന്നായിട്ട് പഠിച്ചു, പ്രാർത്ഥിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്ന് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷേ ആ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ തന്നെ വേറൊരു നാഷണൽ ആയുഷ് മിഷൻ്റെ എല്ലാ ജില്ലകളും കേരളത്തിൽ ഇത്രയും കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ നാഷണൽ ആയുഷ് മിഷൻ്റെ എല്ലാ ജില്ലകളിലും കുറേ അധികം വേക്കൻസിക്ക് ഒരു എക്സാം വിളിച്ചിട്ട് ഞാനത് അറിയാണ്ട് പോയി. ഈ PSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡിപ്രഷനായി. അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ആ എക്സാം ഹോളിൽ കയറിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് എന്താണെന്നറിയത്തില്ല, പക്ഷേ ബബിൾ ചെയ്യുന്നുണ്ടായിരുന്നു, ആൻസർ ഷീറ്റ് ബബിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആരോ എൻ്റെ കൂടെ ഉള്ളതുപോലെ മാതാവിൻ്റെ ഒരു എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ആരോ എൻ്റെ കൂടെ ഉണ്ട്, ഞാനല്ല ചെയ്യുന്നെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം എനിക്ക് തോന്നിയിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വളരെയധികം നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ആ സമയത്ത് തോന്നിയെങ്കിലും പിന്നെ എനിക്ക് തോന്നി ഇത് മാതാവിൽ എൻ്റെ കഴിവിൽ നിന്ന് മാറി മാതാവിൽ പൂർണ്ണമായിട്ടും ശരണപ്പെടാനായിട്ടുള്ള ഒരു വഴിയാണെന്ന് ഞാൻ കരുതി. എനിക്കിത് കിട്ടും എന്ന് എന്താ എഴുതിയെന്ന് പോലും ഞാൻ പിന്നെ ഇതൊന്നും നോക്കിയില്ല, ആൻസർ ഷീറ്റൊന്നും നോക്കിയില്ല. എനിക്ക് കിട്ടുമെന്ന് മാതാവാണ് എനിക്ക് തരുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏതാണ്ട് 15,000-ഓളം പേര് നല്ല രീതിയിൽ പഠിച്ച്, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നവർ. അപ്പോൾ ആ ഒരു 15,000 പേരോളം എഴുതിയ എക്സാമിൽ 85ാമത്തെ റാങ്ക് എനിക്ക് ലഭിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റാങ്ക് ലഭിച്ചെങ്കിൽ നിയമനം ഒന്നും ആയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ വളരെ നിരാശപ്പെട്ട് എന്ത് ചെയ്യണം, വേറെ ഫീൽഡിലേക്ക് പോകണോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നു. ഒരു ദിവസം എനിക്ക് ഭയങ്കര നിരാശ തോന്നിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തിട്ട് ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു, ഒറ്റയ്ക്ക് വന്നു. എന്നിട്ട് എനിക്ക് ഉള്ളിലൊരു അങ്ങനെ ഒരു പ്രേരണ തോന്നി. എന്നിട്ട് ഞാനിവിടെ വന്നിരുന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി, എൻ്റെ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ വിഷമങ്ങളും ഒക്കെ എഴുതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്ന ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ഫാദർ എന്താണെന്നറിയത്തില്ല, യാദൃശ്ചികമായിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ വേറെ ഫീൽഡിലൊന്നും പോകണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയും വേറൊരു ഓപ്ഷനില്ല, ഈ PSC നാമിൻ്റെത് ഞാൻ അറിഞ്ഞില്ല, പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അച്ഛൻ എൻ്റെ തലയിൽ കവിച്ചിട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞു, നീ വേറൊരു ഫീൽഡിലും പോകണ്ട, ഈ ഫീൽഡിൽ തന്നെ നിനക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു പ്രാർത്ഥിച്ച് പോയി. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കാസർഗോഡ് ഒരു വേക്കൻസിക്ക് വേണ്ടി ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാതെയാണ് ആ എക്സാമിന് പോയത്. ചുമ്മാ തലേ ദിവസം ട്രെയിൻ കയറി അങ്ങ് പോയി. അവിടെ ചെന്നു
ആ എക്സാം എഴുതി ഓരോ എക്സാമിനും ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്, പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഏകദേശം 300 പേരോളം എഴുതിയ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് തന്നെ റിട്ടേൺ എക്സാമിന് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിനാണെങ്കിൽ എല്ലാവർക്കും ഒറ്റ വേക്കൻസി ഉള്ളൂ. ഇതിന് കുറച്ച് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് ആ ഇൻ്റർവ്യൂ പാനലിൽ ഇരുന്നവർക്കൊക്കെ കാസർഗോഡ് അതിൻ്റെ ഏരിയയിലുള്ള ആർക്കെങ്കിലും ഈ ജോലി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവിടെയും ഒരാൾ എനിക്ക് വേണ്ടി ശക്തമായിട്ട് വാദിച്ചു, എനിക്ക് തരണം എന്ന്. അവിടെ വാക്ക് തർക്കം പോലെ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. അപ്പോൾ കുറച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് അത് ആലപ്പുഴയുള്ള ഒരാളായിരുന്നു എന്ന്. കാരണം അവിടെ അങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല. ആ വാദിച്ച ആൾ ആലപ്പുഴയുള്ളവർ, മാതാവിൻ്റെ ഒരു ഇടപെടലായിട്ട് ഞാൻ അതിനെ കാണുന്നു. പിന്നെ ആ ഇൻ്റർവ്യൂവിനും എനിക്ക് ഫസ്റ്റ് മാർക്ക് തന്നെ കിട്ടി. ഒരു പോസ്റ്റ് എനിക്ക് തന്നെ ലഭിച്ചു. ഞാനിപ്പം 2025 ജാനുവരി 13 അവിടെ ജോയിൻ ചെയ്തു. ഇപ്പോൾ 1.5 വർഷത്തോളമായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. അത് മാതാവ് എൻ്റെ ജീവിതത്തിൽ അതിശക്തമായിട്ട് എന്നെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. പിന്നെ എനിക്കുണ്ടായൊരു രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ 2 ഓവറിയിലും എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്നാണ് പറയുക, ആ സിസ്റ്റുകളുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് യാതൊരു സാധാരണ ഇങ്ങനെയുള്ളവർക്ക് നല്ല ലക്ഷണങ്ങൾ, ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുന്നു. എനിക്ക് യാതൊരു ലക്ഷണവും, ശരീരം നന്നായിട്ട് മെലിയുന്നുണ്ടായിരുന്നു, വേറെ യാതൊരു ലക്ഷണവും ഇല്ല. ഒരു ദിവസം ഭയങ്കര അക്യൂട്ടായുള്ളൊരു പെയിൻ വന്നിട്ട് പോയി സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് 2 ഓവറിൽ നല്ല വലുപ്പമുള്ള സിസ്റ്റുകളായിരുന്നു. അപ്പം ആ സിസ്റ്റ് എന്തായാലും കണ്ടുപിടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സർജറി ചെയ്തു. പക്ഷേ ആ സിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എത്ര സർജറി ചെയ്താലും എത്ര സർജറി ചെയ്താലും ഒരു 80% അത് എപ്പോഴും റെക്കറൻസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളൊരു സിസ്റ്റാണ്, എത്ര സർജറി ചെയ്താലും. പക്ഷേ ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച തൈലം എൻ്റെ കയ്യിൽ തന്നിട്ട് അത് വയറിൽ ആ ഭാഗത്ത് തടവി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. അതുപോലെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും സായാഹ്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും മറ്റ് പ്രാർത്ഥനാവസരങ്ങളിലും ഒക്കെ ഉടമ്പടി തൈലം അവിടെ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം കൃപാസന മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തി. അതിനുശേഷം എനിക്ക് ആ അസുഖത്തിൻ്റെതായ ഇത്രയോ വർഷങ്ങളായി, 2020 മറ്റോ കണ്ടുപിടിക്കപ്പെട്ടതാണ്. അത് നോർമലി അതിൻ്റെ ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത സിസ്റ്റം ഉണ്ടായി വരികയാണ്. ഇതുവരെ എനിക്ക് അതിൻ്റെതായ യാതൊരു ലക്ഷണവും ഇല്ല. മാതാവ് എന്നെ പൂർണ്ണമായിട്ടും തൊട്ട് സുഖപ്പെടുത്തി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിൽ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, എറണാകുളത്തായിരുന്നപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡ് സന്ദർശിച്ച് അവിടെ ഉള്ളവർക്ക് കൃപാസനം പത്രം വിതരണം ചെയ്യുകയും മാതാവ് എനിക്ക്, കാരണം 10 വർഷത്തോളമായിട്ട് എനിക്ക് ഭയങ്കര തടസ്സമായിരുന്നു. അത് ഇവിടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ അവരുടെ വിവരിച്ചു കൊടുത്ത് അവരെയൊക്കെ ആശ്വസിപ്പിച്ചു, പത്രം വിതരണം ചെയ്തു. പിന്നെ കാസർഗോഡാണെങ്കിൽ കന്നഡയിലും മലയാളത്തിലുള്ള പത്രം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും ഒക്കെ നടന്ന് വിതരണം ചെയ്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആളുകൾക്ക് കൃപാസനം മാതാവിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത്, സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുത്ത്, അങ്ങനെയൊക്കെ മാതാവിലേക്ക് ആൾക്കാരെ എത്തിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ചെയ്യുന്നത്, ഞാൻ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഫുഡ് ഉണ്ടാക്കി അവിടെ കൊടുക്കാറുണ്ട്. പിന്നെ പല സംഘടനകളിലും ഈ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ഭാഗഭാക്കാകാറുണ്ട്. പിന്നെ നമ്മുടെ കാസർഗോഡാണെങ്കിലും നമ്മൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അവിടെ രോഗികളെ സന്ദർശിക്കുമ്പോൾ അവരെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം അവർക്ക് ആശ്വാസം തരുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയും, അതുപോലെ ഡ്രസ്സിങ്ങിനും ഭക്ഷണത്തിനുമൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഡ്രസ്സിങ്ങിൻ്റെയൊക്കെ കിറ്റ് മേടിക്കാനുള്ള എമൗണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ ഭക്ഷണ കിറ്റ് വിതരണം അതിനുള്ള എമൗണ്ട്, അങ്ങനെയുള്ള അതിനുള്ളൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് അതിഭയങ്കരമായിട്ടുള്ളൊരു
വ്യത്യാസം സംഭവിച്ചത്. നേരത്തെ ഞാനൊരു സാധാരണ നോർമൽ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ 6 മാസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു കുമ്പസാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, മാക്സിമം പോയാൽ 1 മാസം. അങ്ങനെ കുമ്പസാരിക്കാൻ തുടങ്ങി, പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ബൈബിൾ വായന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. അതുപോലെ അച്ഛൻ്റെ ധ്യാനങ്ങൾ മുടങ്ങാതെ കേൾക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു, ആത്മീയ ജീവിതം വളരെയധികം മെച്ചപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായത്. എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും നാളും ഉടമ്പടിയിൽ പോകാൻ മാതാവ് എന്നെ പ്രത്യേകം കൈപിടിച്ച് ഇവിടോട്ട് കൊണ്ടുവരണം, അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മാതാവ് എന്നെ എപ്പോഴും ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകാതെ അങ്ങനെ തന്നെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കാലം ഉടമ്പടിയുടെ ജീവിതത്തിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്നിഗ്ധ, ഞാൻ മലപ്പുറത്തു നിന്ന് വരുന്നു. 2024 സെപ്റ്റംബർ 28-ാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് തടസ്സം നേരിട്ട സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ 1 മാസം മുന്നേ തന്നെ ഞാൻ പരിശുദ്ധ അമ്മേനെ കുറിച്ചിട്ട് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ചേച്ചിയിലൂടെയാണ് ഞാൻ പരിശുദ്ധ അമ്മേനെ കുറിച്ച് അറിഞ്ഞത്. ചേച്ചിയുടെ ഒരു സുഹൃത്ത് വഴിയാണ് കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും അറിയാൻ ഇടയായത്. ഞാൻ അക്രൈസ്തവയാണ്. എനിക്ക് ഇങ്ങനത്തെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളൊന്നും എനിക്ക് അറിയില്ല. എങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ PhD കഴിഞ്ഞതാണ് കെമിസ്ട്രിയിൽ. എൻ്റെ ഫെലോഷിപ്പ് അവസാന വർഷത്തെ ഫെലോഷിപ്പ് ടെർമിനേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസം ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ ഒരു ദിവസം വൈകിയതിൻ്റെ പേരിലായിരുന്നു അവർ ഇനി അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞത്. വളരെ വിഷമമുണ്ടായിരുന്നു. കാരണം കെമിസ്ട്രിയിൽ PhD ചെയ്യുമ്പോൾ ഫെലോഷിപ്പ് ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഗൈഡനെ സമാധാനിപ്പിച്ചു, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ചിട്ട് മറന്നു. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുക തന്നെ ചെയ്തില്ല. അങ്ങനെ ഒരു ഓഗസ്റ്റ് 1-ാം തീയതി മുതലാണ് 2024 ഓഗസ്റ്റ് 1-ാം തീയതി മുതലാണ് ഏകദേശം ഞാൻ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ ഗൈഡ് ഒരു സാറിന് പഠിക്കാനും വേണ്ടിയിട്ട് വിദേശത്ത് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 29-ാം തീയതി ആയപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിദേശത്തു നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സ്നിഗ്ധ അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, നമ്മളുടെ ടെർമിനേറ്റ് ആയിട്ടുള്ള ഫെലോഷിപ്പ് നമുക്ക് അവർ റിന്യൂ ചെയ്ത് തരാം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഫെലോഷിപ്പ് കിട്ടുമെന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയപ്പോൾ ഓഗസ്റ്റ് 30 ലാസ്റ്റ് ഡേറ്റ്. 29-ാം തീയതിയാണ് സാർ എൻ്റെ അടുത്ത് വിളിച്ചത് പറയുന്നത്. അതിൻ്റെ ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ട് CSIRൻ്റെ. പക്ഷെ അത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫോണിലേക്ക് OTP വരും, അതേപോലെ എൻ്റെ ഗൈഡിൻ്റെ ഫോണിലേക്ക് OTP വരും, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡിൻ്റെ ഫോണിലേക്ക് OTP വരും. സാറിൻ്റെ ഫോണിലേക്ക് OTP വന്നാൽ അത് കിട്ടാനൊരു മാർഗ്ഗവുമില്ല, സാറ് വിദേശത്തായതുകൊണ്ട്. ആ സമയത്ത് എനിക്ക് 30-ാം തീയതിക്കുള്ളിൽ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ വിചാരിച്ചു അത് വീണ്ടും പോയി കാണുമെന്ന്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് ഇത് എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇല്ല, ഞാൻ ഡെയിലി ബ്രെഡിൽ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥന ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഞാൻ പ്രാർത്ഥന ഇട്ടു, മാതാവേ ഇത് കയ്യിൽ നിന്ന് പോവാതെ എനിക്ക് തരണേന്ന് പറഞ്ഞിട്ട്. ഞാൻ പിറ്റേ ദിവസം മുതൽ ആ സൈറ്റ് എടുത്ത് എല്ലാ ലിങ്കുകളും പരിശോധിച്ചു. എനിക്ക് ഏതെങ്കിലും ഒരു ലിങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിയിട്ട്. അങ്ങനെ ഇരിക്കെ ഒരു ലാസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊരു ലിങ്ക് കണ്ടു. എന്തു വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അവസാന വർഷത്തെ റിപ്പോർട്ട് അതിൽ സബ്മിറ്റ് ചെയ്തു. അതൊരിക്കലും ഈ ഒരു ഫെലോഷിപ്പിന് റിന്യൂ ചെയ്യാനുള്ളൊരു പോർട്ടലോ ലിങ്കോ ഒന്നുമല്ല, അത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു.
ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും അവരെനിക്ക് ഒരു എക്സൽ ഷീറ്റ് അയച്ചു തന്നു. ഇത്രയും പേര് മാത്രമാണ് അപേക്ഷിച്ചിരിക്കുന്നത്, ഇനി ഇതിലുള്ളവർക്ക് മാത്രമേ റിന്യൂ ചെയ്ത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഞാനിത് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ സാറിനെ വിളിച്ച് പറഞ്ഞു, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഞാൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ റിപ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എന്ത് വരും എന്നറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മെയിൽ വന്നു. ആ മെയിലിൽ പറഞ്ഞത്, നിങ്ങളുടെ റിപ്പോർട്ട് കിട്ടി, പക്ഷേ ആ റിപ്പോർട്ട് പരിഗണിക്കാൻ പറ്റില്ല, നിങ്ങളൊരു സ്പെഷ്യൽ കേസായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു 3 മെമ്പർ അസസ്മെൻറ്റ് കമ്മിറ്റി എത്രയും പെട്ടെന്ന് കൂടി അതിൻ്റെ ഒരു റിപ്പോർട്ട് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഫെലോഷിപ്പ് റിന്യൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാനത് സാറിനെ അറിയിച്ചു. സാറ് പെട്ടെന്ന് തന്നെ ഒരു അസസ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ എക്സാമിനറിനെ കണ്ടെത്തുകയും വേഗം തന്നെ അസസ്മെൻറ്റ് നടത്തുകയും ചെയ്തു. എന്നിട്ട് പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു. ഞാൻ ഇത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് അപ്ലോഡ് ചെയ്തത്, എല്ലാ പേപ്പറുകളും അപ്ലോഡ് ചെയ്തത്. അതുപോലെ എനിക്ക് ഒരു സഹായി എന്ന പോലെ തന്നെ അവിടെ CSIRൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മാഡം എന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാനും ഉണ്ടായിരുന്നു. അത് എനിക്ക് മാതാവ് അയച്ചു തന്ന ഒരു ദൂതനായിട്ട് തന്നെയാണ് ആ ഒരു മാഡത്തിനെ കാണുന്നത്. അങ്ങനെ ഒരു ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ഫെലോഷിപ്പ് തുക കംപ്ലീറ്റ് കിട്ടി. ഒരുപാട് പ്രോസസ്സിലൂടെയാണ് സാധാരണ CSIRൻ്റെ ഫെലോഷിപ്പ് വരുന്നത്. ഒരുപാട് വെരിഫിക്കേഷൻസ് കഴിഞ്ഞിട്ടാണ് ഓരോ ഓഫീസേഴ്സിൻ്റെ അടുത്തും ചെന്നിട്ട് നമ്മളുടെ ഡോക്യുമെൻ്റ് വെരിഫൈ ആയതിന് ശേഷം മാത്രമേ ബില്ല് ക്ലെയിം ചെയ്തവർ തരുള്ളൂ. ഇത് വളരെ പെട്ടെന്നാണ് എനിക്ക് ഇത് കിട്ടിയത്. ഞാനൊരു ഒക്ടോബർ ലാസ്റ്റൊക്കെ ആവാൻ സമയത്താണ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തത്. ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് ഫെലോഷിപ്പ് മുഴുവനായിട്ടും ക്ലെയിം ചെയ്ത് കിട്ടി. അതും ഒറ്റയടിക്കാണ് എനിക്ക് എല്ലാ ഫെലോഷിപ്പും ഒന്നിച്ച് കിട്ടിയത്, 1 വർഷത്തെ ഫെലോഷിപ്പ് മുഴുവനും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, കുറേ നാളായിട്ട് എനിക്ക് സൈനസൈറ്റിസിൻ്റെ തലവേദന ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിയോഗങ്ങൾ എഴുതി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓർത്തത്. കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ആ തലവേദന വെച്ചിട്ട് പഠിക്കാനും പറ്റില്ല, ഉറങ്ങാനും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഞാൻ എഴുതാൻ വിട്ടുപോയല്ലോ എന്നും പറഞ്ഞിട്ട് ആ ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയത്. അന്ന് രാത്രി ഞാൻ വീട്ടിലെത്തി അന്ന് തൊട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പനിച്ചു. പിറ്റേന്ന് മുതൽ മൂക്കിൽ നിന്ന് ഇങ്ങനെ ജലദോഷം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വെള്ളം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കംപ്ലീറ്റ് ജലദോഷമായി, കഫം വരാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും കഫം പഴുക്കാൻ തുടങ്ങി. ഒരു 2 ആഴ്ച ആയപ്പോഴത്തേനും ഈ പഴുത്ത കഫത്തിൻ്റെ കൂടെ ബ്ലഡും കൂടി വരാൻ തുടങ്ങി. പക്ഷേ എനിക്കെന്തോ ഡോക്ടറെ കാണണമെന്നോ അങ്ങനെ ഒന്നും തോന്നിയില്ല. ഞാൻ വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇതിലൂടെ എനിക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ്. തീസിസൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ജോലിയൊന്നുമില്ല, വരുമാനവും ഇല്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, വരുമാനമൊക്കെ നിന്നിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണേന്ന് പറഞ്ഞു. അപ്പോൾ ആണ് ഞാൻ തന്നെ പഠിച്ചൊരു കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചറിൻ്റെ ഒഴിവുണ്ട് എന്നുള്ള കണ്ടത്. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞാൻ നല്ല പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എനിക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല, കാരണം PhD ഒക്കെ കഴിഞ്ഞ് സബ്ജക്റ്റിനോട് നമ്മൾ ചെയ്യുന്ന ഏരിയയിൽ മാത്രമുള്ളൊരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇൻ്റർവ്യൂവിന് അവർ ചോദിച്ചാൽ ആൻസർ പറയാനുള്ളൊരു കപ്പാസിറ്റി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എനിക്ക് അറിയുന്ന അധ്യാപകരാണ്. അവരെന്നോട് ചോദിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഒന്നിനു പോലും എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ അതെല്ലാം മറന്നു പോവുമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. ഞാൻ തന്നെ പഠിച്ച കോളേജിൽ അധ്യാപികയായിട്ട് പഠിപ്പിക്കാൻ പോകാൻ എനിക്ക് സാധിച്ചു.
അതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ എടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞു, ഒരു വിവരവും ഇല്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഡെയിലി ബ്രെഡ് കൂടുന്ന സമയത്ത് അവിടെ കമൻറ്റ് ബോക്സിൽ പ്രാർത്ഥന ഇട്ടു, മാതാവേ ഇന്ന് അവരെന്നെ വിളിക്കണേന്നും പറഞ്ഞിട്ട്. അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചത് ഞങ്ങളുടെ HOD ആയിട്ടുള്ള ടീച്ചറായിരുന്നു. ടീച്ചർ വിളിച്ചിട്ട് ചോദിച്ചു, സിലബസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നാണ് പറഞ്ഞത്. അന്നേരം ഞാൻ പറഞ്ഞു, എന്നെ കോളേജിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല വരാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓഫീസിൽ നിന്ന് ആരും വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ടീച്ചർ കട്ട് ചെയ്തു. എന്നിട്ട് ടീച്ചർ വീണ്ടും തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, സ്നിഗ്ധ മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അവർ മെയിൽ അയച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് പറഞ്ഞു. അപ്പം ഞാൻ മെയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് വന്നിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ആ ഒരു 3 മെമ്പർ അസസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥന ഇട്ടതിന് ശേഷമാണ് എനിക്കൊരു റിപ്ലൈ കിട്ടിയത്. അമ്മയുടെ ഇടപെടലായിട്ട് തന്നെ ഞാൻ കാണുന്നു. 1000 നന്ദി ഞാൻ പറയുന്നു. അതുപോലെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, 2024 സെപ്റ്റംബർ 3 ഞാൻ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്തത്. പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് അന്വേഷിക്കുന്ന സമയത്തൊന്നും വാല്യുവേഷന് വേണ്ടിയിട്ട് ആരും തീസിസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതും ഇതുപോലെ തന്നെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥന ഇട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, 2 പേര് തീസിസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തീസിസ് അയച്ചു കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് വരുമെന്ന് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ 2 പേരുടെയും റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓർഡർ വന്നു, എത്രയും വേഗം ഡിഫൻസ് നടത്തണം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സാറാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഒരു ഡിഫൻസിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സമയത്തായിരുന്നു. അതേ സാറ് തന്നെയാണ് എൻ്റെ എക്സ്റ്റേണൽ എക്സാമിനറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ ഡിഫൻസിൻ്റെ ഡേറ്റായിട്ട് ഞങ്ങൾ ഉറപ്പിച്ചു. പക്ഷേ എനിക്ക് പഠിക്കാനുള്ളൊരു ടൈം അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറെ കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ഇന്ന് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാം, നമ്മൾ ചെയ്ത വർക്കല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് എൻ്റെ വർക്കൊന്നും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒട്ടും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും സാധിക്കുന്നില്ല. ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തിരുന്ന ഒരാളാണ്, എന്നിട്ട് പോലും എനിക്ക് എൻ്റെ വർക്ക് ഓഡിയൻസിൻ്റെ മുന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രിൻസിപ്പാളുണ്ട്, എല്ലാ ടീച്ചേഴ്സും ഉണ്ട്, എൻ്റെ ഗൈഡുണ്ട്. അപ്പോൾ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, എന്തു പറ്റി, ഒരു വാക്ക് പോലും ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിച്ചു. എന്ത് ചെയ്യണമെന്നൊരു അറിവും ഇല്ലാതെ ഇങ്ങനെ നിന്നു ഞാൻ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയും പകലും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡിഫൻസിൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് പോയിട്ട് ഞാൻ 9 മണിക്കാണ് പ്രസൻറ്റേഷൻ വെച്ചത്. 7 മണി തൊട്ടിട്ട് 8 മണി വരെ ഞാൻ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 2 തവണ പ്രസൻറ്റ് ചെയ്തു എൻ്റെ ഗൈഡിൻ്റെ മുന്നിൽ. എനിക്ക് കഴിഞ്ഞില്ല. അവസാനം എൻ്റെ ഗൈഡ് പറഞ്ഞു, വരുന്നത് പോലെ വരട്ടെ, നിനക്ക് പറയാൻ പറ്റുന്നത് നീ പറയുക, അല്ലാത്തത് വിട്ടേക്ക് എന്ന് പറഞ്ഞു. അവർ പോയി. ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി തന്നെ പ്രാർത്ഥിച്ചു. അതുവരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ബുക്ക് നോക്കിയിട്ടാണ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ഹോളിലിരുന്ന് ഞാൻ കാണാതെ ചൊല്ലി. എനിക്കറിയില്ല എങ്ങനെയാണ് ഞാനത് കാണാതെ ചൊല്ലിയതെന്നുള്ളത്. ഒരു വരി പോലും തെറ്റാതെ ഞാൻ അന്ന് തൊട്ടിട്ട് ഇന്ന് വരയ്ക്കും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെയാണ് ചെല്ലുന്നത്. അന്ന് ഞാൻ ഒപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഡിഫൻസ് നടക്കുന്ന അത്രയും സമയം ഞാൻ പ്രാർത്ഥന എൻ്റെ മനസ്സിലിങ്ങനെ ഉരുവിട്ടും കൊണ്ടേയിരുന്നു. അങ്ങനെ ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ഡാറ്റാസ് ഉണ്ടായിരുന്നുകൊണ്ട് 1 മണിക്കൂറിൽ ഒതുങ്ങാത്ത ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു എൻ്റെ. പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്കത് ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു തെറ്റ് പോലും പറ്റാതെ, ഒരു മിസ്റ്റേക്ക് പോലും, ഒരു ഗ്യാപ്പ് പോലും വരാതെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് പ്രസൻറ്റേഷനും ചെയ്ത് തീർക്കാനായിട്ട് പറ്റി. മാതാവിൻ്റെ ഇടപെടലായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഞാനല്ല അന്ന് അവിടെ പ്രസൻറ്റ് ചെയ്തത്, മാതാവ് തന്നെയാണ്. കാരണം അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. എനിക്കറിയാത്ത ഏരിയയിൽ നിന്ന് കൂടി അവർ
ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരമൊക്കെ എൻ്റെ വർക്കുമായിട്ട് കണക്ട് ചെയ്യിച്ചുകൊണ്ട് ഉത്തരം പറയാനുള്ളൊരു കൃപ മാതാവ് എനിക്ക് തന്നു. 1000 നന്ദി ഞാൻ മാതാവിനോട് പറയുന്നു. അതേപോലെ ഞാൻ വളരെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് ലൈറ്റ്, ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റ് കാണുമ്പോൾ എൻ്റെ കണ്ണിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ പ്രൊജക്ടർ സ്ക്രീന്, മൊബൈൽ സ്ക്രീന്, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ ലൈറ്റൊക്കെ കാണുമ്പോൾ. അതേപോലെ എൻ്റെ വലത് കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്. ഞാൻ കണ്ണട യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ ഡിഫൻസിൻ്റെ സമയത്ത് അതുവരെയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണട ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ കണ്ണട ആ സമയത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസമൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കണ്ണട വെച്ച് സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എൻ്റെ കണ്ണിന് പുറകിലായിട്ട് ഭയങ്കര വേദന, തലവേദന, ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ ഡിഫൻസിൻ്റെ തലേന്ന് രാത്രി ഞാൻ കണ്ണിൽ തൈലം പൂശിയിട്ട് പ്രാർത്ഥിച്ച് കിടന്നു, മാതാവേ നാളെ ഞാൻ കണ്ണട വെക്കാതെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് സ്ക്രീനിലെ അക്ഷരങ്ങൾ കാണുമോ എന്ന് പോലും എനിക്കറിയില്ല, ഞാനെന്ത് പറയുമെന്നും അറിയില്ല. കണ്ടില്ലെങ്കിൽ എനിക്ക് ആ ഡാറ്റാസും കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് മാതാവ് തന്നെ ഇതിൽ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ കണ്ണട വെക്കാതെയാണ് എൻ്റെ ഡിഫൻസ് പ്രസൻറ്റ് ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഞാൻ എൻ്റെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. അതെൻ്റെ ബാഗിൽ തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. ഇന്ന് വരയ്ക്കും എനിക്ക് സ്ക്രീൻ കാണുമ്പോഴുണ്ടാവുന്ന, ആ സ്ക്രീനിൻ്റെ ലൈറ്റ് കാണുമ്പോൾ ഉണ്ടാവുന്ന വേദന ഇതുവരെയും അനുഭവപ്പെട്ടിട്ടുമില്ല. മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാനും ചേച്ചിയുടെ മോളും കൂടിയിട്ടാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കും. ചിലപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലായിരിക്കും, ചിലപ്പോൾ ആശുപത്രികളിലായിരിക്കും, ചിലപ്പോൾ വീടുകളിലായിരിക്കും. അത് ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത്. ഞങ്ങൾ ഇറങ്ങും, എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ച് കൊടുക്കും. ആദ്യമൊക്കെ ആൾക്കാർ മേടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മളതിനെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തന്നെ മാതാവിൻ്റെ ഒരു വലിയ കൃപയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു പ്രതീക്ഷാഭവൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ ഒരു ഭവനമുണ്ട്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, 100-ലധികം കുട്ടികളുണ്ട്. അവിടെ അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് എല്ലാ മാസവും എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പറ്റുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചോറുണ്ടാക്കി, ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചോറുണ്ടാക്കിയിട്ട് വഴിയരികിലിരിക്കുന്നവർക്ക് കൊടുക്കും. ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സമയങ്ങളിലാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് കഴിയുന്നതും ഒരു 2 പേർക്കെങ്കിലും ഹോട്ടലിൽ നിന്നെങ്കിലും ചോറ് വാങ്ങിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഒരിക്കൽ കൂടി അർപ്പിച്ചു.